ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? വെജിറ്റേറിയൻകാർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു സോയാബീൻ്റെ ഒരു കറിയാണ്. കറിയല്ല, ഒരു പെരട്ടും അല്ല, നല്ല രസമുള്ള ഒരു സംഭവം കേട്ടോ. അപ്പം ഞാൻ ഒരിടത്തുനിന്ന് കഴിച്ചതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി, റെഡിയാ. അതേ സെയിം ടേസ്റ്റ് വന്നു. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വെച്ചു. വെജിറ്റേറിയൻകാർക്ക് കഴിക്കാൻ അടിപൊളിയാ. ചപ്പാത്തിക്കും ബാക്കിയുള്ള അപ്പത്തിനും ഒക്കെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം, വായോ. ഈ സോയാബീൻ ഉണ്ടല്ലോ, ഞാൻ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് എടുത്തതാണ്. അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഇതിനെ പിന്നെ നമ്മളൊന്ന് ഒരുപാട് വേവിക്കുന്നില്ലേ. അപ്പം അങ്ങനെ എടുത്തതാണ്. 1 കപ്പ് സോയാ ചങ്ക്സ് അല്ലേ. അതിനകത്ത് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു സവോള അല്ല, 2 സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 1 പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 തക്കാളി. പിന്നെ നമ്മൾ ഒരു വറവുണ്ട്, അതിലേക്ക് ഒരു ചെറിയ പിടുത്തം കടല, അതായത് നമ്മുടെ നിലക്കടല, അതും 2 ബേ ലീഫ്, ഒരു 1/4 സ്പൂൺ മുഴുത്ത മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി, 2 ഗ്രാമ്പു, ഒരു കുഞ്ഞു കഷ്ണം പട്ട, 2 ഏലക്ക, ഇത് കണ്ടോ, ഒരു 3 കാശ്മീരി മുളകാണ്, തേങ്ങ, 1 മുറി തേങ്ങ. ഇത് നമുക്കൊന്ന് വറക്കണം. പിന്നെ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് പെരുജീരകം, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള പൊടികൾ. പാൻ അടുപ്പ് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് പെരുംജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ചെറിയ സ്പൂൺ 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ സവോള ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. കറിവേപ്പില 1 തണ്ട്. സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേനും പച്ചമുളക് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളക് ഒന്ന് വാടി വന്നപ്പോൾ നമ്മുടെ തക്കാളി, 1 തക്കാളി മുറിച്ചതാണ്, അതും കൂടെ അങ്ങോട്ട് ഇട്ടു. ഈ സമയത്ത് തന്നെ ഇല്ലേ, നമ്മുടെ ഈ ഒരു സ്റ്റൗവും കൂടി ഒന്ന് ഓൺ ചെയ്യാവേ. എന്നിട്ട് ചട്ടി ചൂടാവുമ്പം ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയും ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ. പാൻ ചൂടായപ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ. വറ്റൽമുളക്, ബേ ലീഫ്, കടല, പട്ട, ഗ്രാമ്പൂ, തേങ്ങ എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്തേക്കാം. ചുമക്ക ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം ഒന്ന് വഴന്നു വന്നേ. നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ച് ചേർത്തോണം കേട്ടോ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയെ നമ്മൾ പച്ചമല്ലി ചേർത്തിട്ടുണ്ട്. 1/4 സ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളെ ചേർക്കുന്നുള്ളേ. ബാക്കിയൊക്കെ നമ്മുടെ പൊടിക്കുന്ന മസാലയിലുണ്ടല്ലോ. ഇത് ഒരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ വേവിച്ച് വെച്ചിരിക്കും നമ്മുടെ സോയാബീനില്ലേ, സോയാ ചങ്ക്സ് അങ്ങ് തട്ടിക്കൊടുക്കാം. സെറ്റാവാൻ വേണ്ടി വെക്കാവേ. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ, ലേശം വെള്ളം. ഇനി ഒന്ന് മൂടി വെക്കാവേ. 2 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ കടലയും തേങ്ങയും ഒക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവേ. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തോണ്ട്, അരഞ്ഞു പോരുത്, പൊടിയുകയെ ചെയ്യാവുള്ള. സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുത്തോണ്ട് വരാം. സോയാബീൻ ഒന്ന് തുറന്നു നോക്കാം.
എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങയും കടലയും എല്ലാം കൂടെ പൊടിച്ചു കൊണ്ടുവന്നാണ്. ഇനി ഒരൊറ്റ പണിയും കൂടെ ഉള്ളൂ, ഇതൊന്ന് അതിനകത്തോട്ട് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഒരു 2 മിനിറ്റ് മൂടി ഒന്ന് വേഗണം. എന്ന് പറഞ്ഞാൽ വേഗമല്ല, എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒന്ന് മൂടിയിരുന്നോട്ടെ. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൂട്ടാവേ. ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഓ അടിപൊളി. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു എന്താ പറയാ, പെരട്ടോ സബ്ജിയോ എങ്ങനെ വേണേലും പറയാം കേട്ടോ. ചപ്പാത്തിക്ക്, ചോറിന്, ബാക്കി എല്ലാത്തിനും സൂപ്പറാ. ഞാൻ ഇത് ആദ്യം കഴിച്ചപ്പോഴേ ഇല്ലേ, ഓ വാവെന്ന് പറഞ്ഞു കേട്ടോ. ഹരിരതി ചോദിച്ചാൽ അത്ര ടേസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുണ്ടാക്കി. ഇപ്പോൾ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൂ. സൂപ്പർ, ഒന്നും പറയാനില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. ചുമ്മാ തിന്നാനും നല്ലതാ. ചൂടാ, എന്നാലും ഒന്ന് കഴിച്ചു കാണിച്ചു തരണ്ടേ. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇത് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. സോയാ ചങ്ക്സ് ആണെന്ന് പറയത്തേ ഇല്ല. അപ്പം നല്ലൊരു ഫ്ലേവറിൽ ആ കടലയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ കുഞ്ഞു പീസൊക്കെ ഇല്ല, സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.